ഇന്ന് ഞാൻ ചെമ്മീൻ മുളകിട്ടത് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ നല്ല വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെമ്മീൻ മുളകിട്ടത് ഉണ്ടാക്കാം. നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 3 തക്കാളി, പഴുത്ത തോല് കളഞ്ഞ തക്കാളിയാണ്, തോല് ചെത്തിയിട്ടുള്ള തക്കാളിയാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇടിച്ചത്, കറിവേപ്പില. അപ്പോൾ നമുക്ക് നേരെ പാചകത്തിലോട്ട് പോകാം. ചട്ടി ചൂടായി, ഞങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി, നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴണ്ടി വരാൻ വേണ്ടിയിട്ട് വേഗം വഴണ്ടി വരാൻ ഉപ്പ്. ഉള്ളി വാടി വന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി. ഞാനിതിൽ ചെമ്മീനിൽ മഞ്ഞൾ, ഉപ്പ്, മുളക്, കുറച്ച് പുളി ചേർത്ത് വെച്ചതാണ് ചെമ്മീൻ. അപ്പം അതിന് അനുസരിച്ചിട്ട് മാത്രം ഇതിനകത്തേക്ക് മഞ്ഞൾ പൊടി, മുളകും ചേർത്താൽ മതി. 1/2 സ്പൂണ് മഞ്ഞൾ പൊടി, ഈ 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ല വെന്ത് വറ്റുന്നത് വരെ നമുക്ക് കത്തിക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കാം, വേവട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. ഉണ്ടാ നല്ലോണം തക്കാളിയെല്ലാം നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വരുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം വെന്ത് ഉടയണം. അതിലാണ് ഞാൻ തോല് കളഞ്ഞത്, തക്കാളിൻ്റെ തോല് കളഞ്ഞത് വേഗം വെന്ത് ഉടയാൻ വേണ്ടിയിട്ടാണ്. തോലുണ്ടാകുമ്പോൾ അങ്ങനെ വേഗം പോകില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ നല്ല പേസ്റ്റ് ഉടയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തു. വെള്ളം ചേർത്തു. നമുക്ക് ഈ ചെമ്മീൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഇത് തിളച്ചിട്ടിട്ടാലും മതി, തിളച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സാധനം ചേർത്തിട്ടില്ല, അതിപ്പോൾ ഇട്ട് കൊടുക്കും. എന്താ പറയുക, പച്ചമുളക്. അത് നമുക്ക് ഇതിൻ്റെ ഒപ്പരം ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളക് ഇടിച്ചിടുന്ന ഒരു രസമുണ്ട്, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ ലാസ്റ്റ് ഇത് മീനായിട്ട് ലാസ്റ്റ് നമുക്ക് ഇടിച്ചിട്ട് വെളുത്തുള്ളിയിൽ ഇടിക്കുന്ന പോലെ ഇടിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ വെറുതെ തന്നെ പച്ചമുളകിൻ്റെ ചൊവയുണ്ടാവും. അപ്പോൾ നമുക്കിത് വീഴുന്നവരെ അടച്ച് വെക്കാം. ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റായാലും ഒന്ന് തുറന്ന് നോക്കിയതാണ്. ഇതാ ആക്കിയിട്ടുണ്ട്, ഉപ്പ് നോക്കി, ഉപ്പ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി നമുക്കിത് വേവിക്കാൻ നോക്കാം. നമുക്ക് തുറന്ന് നോക്കാം, വെന്തിട്ടുണ്ടാവും. നല്ല വെന്ത സെറ്റായിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നാടൻ കറിവേപ്പില. നമ്മളെ ചെമ്മീൻ മുളകിട്ടത് ഇവിടെ റെഡിയായിട്ടുണ്ട്. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.